ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഫെബ്രുവരി മാസം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റി. ഈശോയുടെ വലിയ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. കുഞ്ഞു മാസമാണ്, 28 ദിവസം. നമുക്ക് 28 ദിവസങ്ങളിൽ ഇത്രയും വചനങ്ങൾ കേൾക്കാൻ പറ്റി. കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ നോമ്പുകാലത്തേക്ക് പ്രവേശിച്ചത് ഈ ഫെബ്രുവരി മാസത്തിലാണ്. നിങ്ങളെല്ലാവരും നോമ്പിന് നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് ചില ഉപേക്ഷകളൊക്കെ വരുത്തി ഈശോയോട് കൂടുതൽ അടുക്കാനൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് ഈ ഒരു വലിയ നോമ്പുകാലം വലിയ അനുഗ്രഹമാക്കി തീർക്കുകയാണ്. നമുക്ക് പുതിയൊരു മാസത്തിലേക്ക് അടക്കല്ലേ. മാർച്ച് മാസത്തിൽ ഒരുപാട് വലിയ തിരുനാളുകൾ വരാനുണ്ട്, ഒരുപാട് വലിയ ഓർമ്മ ദിവസങ്ങളൊക്കെ വരാനുണ്ട്. നമ്മൾ കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട, വചനം കൂടുതൽ കേൾക്കേണ്ട ഒരു മാസമാണ്. വളരെ പ്രത്യേകമായിട്ട് ഈ നോമ്പുകാലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വചനങ്ങൾ, ഈശോയോട് കുറച്ചുകൂടെ അടുക്കാനുള്ള വചനങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കണം. അതിനുവേണ്ടിയൊക്കെ പരിശ്രമിക്കണം. നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും, നിങ്ങളുടെ സിറ്റുവേഷൻസ് ഡിഫറൻ്റ് ആയിരിക്കും, സാധിക്കുന്ന എല്ലാവരും ഈ നോമ്പിനുള്ള ഇനിയുള്ള ദിവസങ്ങളൊക്കെ, കുറച്ച് ദിവസങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് എടുത്ത തീരുമാനങ്ങളൊക്കെ കുറച്ചൊക്കെ പൊട്ടിപ്പോയി കാണും. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളൊക്കെ കൂടുതലും ഈശോയോട് അടുക്കാൻ, ബലിയർപ്പിക്കാൻ, കൂടുതൽ വചനം വായിക്കാനും ഒക്കെ വിശുദ്ധിയിൽ ജീവിക്കാനും ഒക്കെ കൂടുതൽ അടുത്ത് പരിശ്രമിക്കണം കേട്ടോ. സാധിക്കുന്ന എല്ലാവരും ഈ ഈസ്റ്ററിൻ്റെ ആഴ്ചയിലേക്കൊന്നും നിൽക്കരുത്. ഈ മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെയൊക്കെ നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് ഒരുങ്ങണം. നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോയുടെ ഈ മലയിലെ പ്രസംഗം നമ്മൾ കാണുന്നില്ലേ, മത്തായി 5, 6, 7 അധ്യായങ്ങൾ. അതിനകത്താണ് കൂടുതൽ ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3 പ്രധാനപ്പെട്ട നന്മകളെക്കുറിച്ച് ഈശോ പറയുന്നത്. എന്തൊക്കെയാണ്? ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം. ഈ 3 കാര്യങ്ങളാണല്ലോ നമ്മുടെ വലിയ നോമ്പിൻ്റെ അല്ലെങ്കിൽ നോമ്പെടുക്കുമ്പോഴുള്ള 3 അടിസ്ഥാന കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ഉപവാസം, ദാനധർമ്മം, പ്രാർത്ഥന. ഇപ്പം ഈ ഉപവാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മിക്കവാറും ഒത്തിരി നമുക്കിഷ്ടമുള്ള കുറേ ഭക്ഷണ സാധനങ്ങൾ വർജിച്ചു. നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ, ചിലപ്പോൾ ഇറച്ചി മീനും ആയിരിക്കാം, ചിലപ്പോൾ ചോക്ലേറ്റ് ആയിരിക്കാം, ഷുഗർ ആയിരിക്കാം, ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഉപേക്ഷിക്കുന്നുണ്ടാകാം. അപ്പോൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ലിയോ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എത്രമാത്രം ഉപേക്ഷിക്കുന്നു എന്നുള്ളതല്ല, പകരം ഈശോയെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഉപവാസത്തിൻ്റെ അനുഗ്രഹം. നിങ്ങൾ എത്രമാത്രം ഉപേക്ഷിച്ചു എന്നുള്ളതല്ല, പകരം നിങ്ങൾക്ക് ഈശോയെ കിട്ടുന്നുണ്ടോ. ഈ ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാലോ. ഉപവസിക്കുക എന്ന് വെച്ചാൽ ശരിക്കും എന്താ? എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, ഉപവസിക്കുക, കൂടെ വസിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഇറച്ചി മീൻ ഉപേക്ഷിച്ചു, ഞാൻ ചോക്ലേറ്റ് ഉപേക്ഷിച്ചു, ഞാൻ സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ചു, പക്ഷേ എനിക്ക് ഈശോയെ കൂടുതൽ കിട്ടുന്നില്ലെങ്കിൽ ആ ഉപേക്ഷകളൊക്കെ ചിലപ്പോൾ അർത്ഥമില്ലാത്തതായി പോകും. അതുകൊണ്ട് ഉപേക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സ്വീകരിക്കാനുള്ള, ഈശോയെ കൂടുതലൊന്ന് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. രണ്ടാമത്തെ കാര്യമാണ് ദാനധർമ്മം. നമ്മളിപ്പോൾ ചിലപ്പം ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ വലിയ നോമ്പിൻ്റെ സമയത്ത് എല്ലാ ദിവസവും ഒരു ഇച്ചിരി പൈസ മാറ്റി വെക്കുന്നു. ചിലപ്പോൾ അവർക്ക് ചോക്ലേറ്റ് മേടിക്കാനുള്ള ഒരു പൈസ ആയിരിക്കും, ലേസ് മേടിക്കുന്ന പൈസ ആയിരിക്കാം, കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിക്കുന്ന കുറച്ച് പൈസ ആയിരിക്കാം. എല്ലാം ഇച്ചിരി മാറ്റി വെച്ചിട്ട് ഈ നോമ്പിൻ്റെ അവസാനം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് തന്നെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. ചിലപ്പോൾ ഇച്ചിരി കുസൃതിയൊക്കെ തോന്നിയിട്ട് നമ്മൾ നോക്കി. ദാനധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് ആൾക്കാരെ സഹായിക്കാം. എനിക്ക് തോന്നുന്നു ബെനഡിക്റ്റ് പാപ്പയാ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. ദാനധർമ്മം എന്ന് വെച്ചാൽ, ഐ എം നോട്ട് ഷുവർ, ബെനഡിക്റ്റ് പാപ്പയാണെന്നാണ് ഞാൻ ഓർക്കണേ, ട്രസ്റ്റിംഗ് മൈ മെമ്മറി. ഇങ്ങനെ പറഞ്ഞു, അതായത് ദാനധർമ്മം എന്ന് വെച്ചാൽ നീ പൈസ കൊടുത്തു, നീ പണം കൊടുത്തു എന്നുള്ളതല്ല, പണത്തേക്കാൾ മൂല്യമേറിയ എന്തോ ഒന്ന് നിൻ്റെ കയ്യിലുണ്ട്, അത് നീ കൊടുക്കുന്നതാണ് യഥാർത്ഥ ദാനധർമ്മം എന്ന്. എൻ്റെ ഈശോ ഏതാനും പറഞ്ഞെന്ന് പറഞ്ഞു. എന്തായാലും ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ, ആര് പറഞ്ഞാണേലും. നമ്മുടെ കയ്യിലുള്ള പണത്തേക്കാൾ മൂല്യമേറിയ എന്തോ ഒന്ന് നമ്മുടെ കയ്യിലുണ്ട്. എന്താണെന്നറിയോ? പറയുന്നത് എങ്ങനെയാണ്? സ്നേഹം. ആ സ്നേഹം നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ വീട്ടിലുണ്ട് ആൾക്കാർ, നിങ്ങളുടെ കോളേജിലുണ്ട്, ഹോസ്റ്റലിലുണ്ട്, നിങ്ങളുടെ സഹപ്രവർത്തകരുണ്ട്, സഹപാഠികളുണ്ട്. അവർക്ക് ഈ സ്നേഹം ആവശ്യമാണ്. പലരും സ്നേഹം കിട്ടാതെ ദാരിദ്ര്യത്തിലായിരിക്കുകയാണ്. പൈസ കിട്ടാത്ത ദാരിദ്ര്യമല്ല, ചോറുണ്ണാത്തതിൻ്റെ ദാരിദ്ര്യത്തിലല്ല, ഇതാ സ്നേഹം കിട്ടാത്ത ദാരിദ്ര്യം. എനിക്കും ഉണ്ടാവാം, നിങ്ങൾക്കും ഉണ്ടാകാം. നമ്മൾ നമ്മളിലേക്ക് നോക്കാതെ ചുറ്റുമുള്ളവരിലേക്ക് നോക്കുക. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ആ സ്നേഹം കൊടുക്കുക. വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനോട് ചേർത്ത്. നിങ്ങളുടെ സ്നേഹം, ശ്രദ്ധിച്ചിരിക്കണേ, നിങ്ങളുടെ സ്നേഹം അവകാശമായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ വന്ന് ആ ദാനധർമ്മത്തിന് വേണ്ടി ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. ഫോർ എക്സാമ്പിൾ, നിൻ്റെ മകൻ, നിൻ്റെ മകൾ, നിൻ്റെ ജീവിത പങ്കാളി, മാതാപിതാക്കൾ, അവർക്ക് നിൻ്റെ സ്നേഹത്തിൻ്റെ അവകാശമുണ്ട്. പക്ഷെ അവർ വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് എന്നെ ഒന്ന് സ്നേഹിക്കുക, എന്നെ ഒന്ന് പരിഗണിക്കുക, എന്നെ ഒന്ന് കേട്ടിരിക്കുക എന്ന് പറഞ്ഞ് ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുതെന്ന്. അതുകൊണ്ട് സ്നേഹം, പണത്തേക്കാൾ മൂല്യമേറിയ സ്നേഹം ദാനധർമ്മമായിട്ട് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടാണല്ലോ പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം? നമുക്കറിയാം, ഈശോയിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ഒരു ലക്ഷ്യം. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, നമ്മുടെ ധ്യാനങ്ങൾ,
നമ്മൾ എത്ര മണിക്കൂറുകൾ ചിലപ്പോൾ ഒരു പ്രാർത്ഥനാ പുസ്തകത്തിലെ മുഴുവൻ പ്രാർത്ഥനകൾ നമ്മൾ വായിച്ചു തീർത്തു, പ്രാർത്ഥിച്ചു തീർത്തു. പക്ഷെ നമ്മൾ ഈശോയിലേക്ക് അടുക്കുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥന വെറുതെ അധര വ്യായാമമായിട്ട് മാറില്ലേ? അതുകൊണ്ട് ചെല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നമ്മൾ ചെയ്യുന്ന പരിത്യാഗ പ്രവർത്തികൾ, പ്രാർത്ഥനകളെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മളെ എവിടെ എത്തിക്കണം? ഈശോയിൽ എത്തിക്കണം. നമ്മളെ ഈശോയോട് കൂടുതൽ അടുപ്പിക്കണം. ഉപവാസമാവട്ടെ, ദാനധർമ്മമാവട്ടെ, പ്രാർത്ഥനയാവട്ടെ. പ്രിയപ്പെട്ട സ്വരങ്ങളിൽ ഇത് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ ഈ ഒരു 3 ചിന്തകൾ, ഈ ഒരു 3 കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ഒരു മാർച്ച് മാസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അടുത്ത മാസത്തെ നമ്മുടെ ശുശ്രൂഷകളെല്ലാം കൂടുതൽ അനുഗ്രഹമായി തീരാൻ, ഈശോയിലേക്ക് ഞാനും നിങ്ങളും കൂടുതൽ അടുക്കാൻ നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവർത്തികളെല്ലാം കാരണം സാധ്യമാവട്ടെ. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഈ ഫെബ്രുവരി മാസത്തിൻ്റെ എല്ലാ ദിവസവും ഈ വചനം കേട്ടവർ, ഷെയർ ചെയ്തവർ, ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് കൊടുക്കുകയും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തവർ, ഈ വചനം കേൾക്കാൻ സമയം കണ്ടെത്തിയവർ, ഈശോയെ ചില ദിവസങ്ങളൊക്കെ മിസ്സായി പോയെങ്കിലും നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിയൊരു അഭിഷേകം ഈ മാസത്തിൽ വചനം കേട്ട ഒരു വചനമെങ്കിലും കേട്ട മക്കളിലേക്ക് നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.